ജയ ചേച്ചി പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ടാണ്. ജയ ചേച്ചിക്ക് വയ്യത്ര. രതീഷേട്ടുണ്ട്, ജയ ചേച്ചിയുടെ ചേട്ടൻ. പാട് കൊടുക്ക്. രതീഷേട്ടൻ മതിവിനു അവൻ ഏതാന്ന് പറഞ്ഞു. എനിക്കറിയില്ല രതീഷേട്ടാ, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകുന്ന ഉഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന ഉഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മാവിൽ നാട്ടുമാവിൽ നമ്മളൂ പാട്ടറിഞ്ഞു. അയ്യോ പാടും പാട്ടിലേതോ കൂട്ടുകാരാ അത്രേ അറിയുള്ളൂ കേട്ടോ. വിനു ബ്രോ പറയുന്നുണ്ട് രതീഷ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. രതീഷ് ചേട്ടൻ വിനു അവൻ ഏതാന്ന് പറയുന്നുണ്ട്. വിനു ബ്രോ പറയുന്നുണ്ട് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. വൈഷ്ണവ് പറയുന്നുണ്ട് ഓക്കെ കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ജയ് ഹിന്ദ് ജയ് ശ്രീരാം എന്ന് പറയുന്നുണ്ട്. അതെ അങ്ങനെ ആവണം ബ്രോ. നമ്മൾ പരസ്പരം മനസ്സിലാക്കണം എല്ലാവരും കേട്ടോ. നമ്മൾ മനസ്സിൽ ഒരു വിദ്വേഷമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ആരെയും പോയിട്ട് ഹേർട്ട് ചെയ്യാതിരിക്കുക, സങ്കടപ്പെടുത്താതിരിക്കുക. ചീത്ത പറയുകയാണ് നമ്മൾ. എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരെയും ഇങ്ങനെ സങ്കടപ്പെടുത്തി പറയരുത്, ബാഡായിട്ട് പറയരുത്. കഴിയാവുന്നത് നമ്മളെല്ലാവരോടും നല്ല രീതിയിലൊക്കെ പെരുമാറുക. ആ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമ്മളിപ്പോൾ എപ്പോഴാണ് മരണം ഉണ്ടാവുക എന്നറിയില്ല. അപ്പോൾ കഴിയാവുന്ന ഒരാളെ വേദനിപ്പിക്കാതൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. രതീഷേട്ടൻ പറയുന്നുണ്ട് പ്രശാന്ത് എവിടെയെന്ന് പറയുന്നുണ്ട്. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് അമ്മ ഹെയർ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് ഡോക്ടർ ഹെയർ സ്റ്റൈൽ ഓക്കെ ഗുഡ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ശ്രീജയൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ശ്രീജയൻ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവിലോട്ട് സ്വാഗതം. വിനു ബ്രോ പറയുന്നുണ്ട് മനു ദീപ്തി അറിയില്ല എന്ന് പറയുന്നുണ്ട്. അൻ്റെ പറഞ്ഞു മോള് ഡോക്ടർ മോള്. ഹരീഷ് ബ്രോ പറഞ്ഞു സൂപ്പർ സോങ് എന്ന് പറയുന്നുണ്ട്. രതീഷ് ചേട്ടൻ പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഹരീഷ് ബ്രോ പറയുന്നുണ്ട്. ഉസ്മാനിക്ക് പറയുന്നുണ്ട് പാട്ട് സൂപ്പർ മോളൂസ് എന്ന് പറയുന്നുണ്ട്. വിനു ബ്രോ 100ൽ 101 മാർക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഉസ്മാനിക്ക പറയുന്നുണ്ട് എന്താ പ്രശ്നം പെങ്ങളേ എന്ന് പറയുന്നത്. അത് ഒന്നുമില്ല ഉസ്മാനിക്ക, നമ്മളെ ഒരാൾ വന്നിട്ട് ബാഡായിട്ട് അങ്ങനെ വല്ലാണ്ടൊന്നും പറഞ്ഞില്ല. എന്നാലും അതിലൂടെ ഇതൊക്കെ പോയി. അപ്പോൾ നമുക്കൊന്ന് സങ്കടമായിപ്പോയി. അപ്പോൾ നമ്മളൊന്ന് പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, സീനൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, വഴിക്ക് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. മോളെ സൂപ്പർ വാവേ എന്ന് പറയുന്നുണ്ട് രതീഷ് ചേട്ടാ കേട്ടോ. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് അമ്മ ഹെയർ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ലൈക്കൊക്കെ സ്പാമായി പോകുന്നുണ്ടോ? 50 ലൈക്ക് പിന്നെ 49 എത്രയോ ലൈക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ 5 ലൈക്കായിട്ട് നമുക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. ഉസ്മാനിക്ക് പറയുന്നുണ്ട് വിട്ടേക്ക് പെങ്ങളെ ടെൻഷൻ അടിക്കണം. ടെൻഷൻ ഇല്ല ഇക്ക, കാരണം ഇപ്പോൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മലയാളികളെല്ലാം ഒത്തുചേർന്ന് നിൽക്കേണ്ടത് ഒരുപോലെ. അപ്പോൾ അവർ തന്നെ നമ്മളെ ഇട്ട് കുത്തുമ്പോൾ നമുക്കതൊരു നല്ലതായി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ആൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഓക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. രതീഷേട്ടൻ പറയുന്നുണ്ട് 50 കാണിക്കുന്നുണ്ട് മായയില്ല, ഇവിടെ 49 ലൈക്കേ ഉള്ളൂ. വിനോബ്ര പറയുന്നുണ്ട് എന്നോട് മിണ്ടുന്നില്ല, മാർക്ക് കുറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. ഇല്ലില്ല, 100ൽ 101 മാർക്കാണ് തന്നിട്ടുള്ളത്. നമുക്ക് അതുക്കും മേലെ. ഒത്തിരി സന്തോഷം. താങ്ക് യു വിനു ബ്രോ. ഹരീഷ് ബ്രോ പറയുന്നുണ്ട് അമ്മ എന്ന് പറയുന്നുണ്ട്, ഹെയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ലൈവ് അങ്ങോട്ട് എന്ത് ചെയ്താലോ?
കാ